ഹായ് സുഹൃത്തുക്കളെ, കാത്തിരിപ്പിനൊടുവിൽ സയന്റിഫിക് ഓഫീസർ കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറിയിലേക്കുള്ള സയന്റിഫിക് ഓഫീസർ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് എന്നുള്ളത് നമ്മൾ ബേസിക് ആയിട്ട് മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെയുള്ള വീഡിയോകളിലായിട്ടൊക്കെ ഇതിന്റെ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ് കൂടെ ഇതിനകത്ത് ഇത്തവണത്തെ നോട്ടിഫിക്കേഷനിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് വീഡിയോയിൽ നോക്കാം. അതിനു മുന്നേ നമുക്ക് കോഴ്സിന്റെ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക, 185/2025 എന്നുള്ളതാണ് കാറ്റഗറി നമ്പർ. കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറിയിലേക്കാണ് നിയമനം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. PG ലെവൽ പോസ്റ്റ് ആണ്. ഏറ്റവും മികച്ച ഒരു തസ്തികയാണ് സയന്റിഫിക് ഓഫീസർ എന്നുള്ളത്. നമുക്ക് കേരള PSC വഴി കിട്ടാൻ സാധിക്കുന്ന മികച്ച തസ്തികകളിൽ ഒന്ന് തന്നെയാണ്. സയന്റിഫിക് ഓഫീസർ എന്നുള്ളതാണ് പോസ്റ്റ്. സ്കെയിൽ ഓഫ് പേ ശ്രദ്ധിക്കുക, 51,400 മുതൽ 1,10,000 വരെയുള്ള ഏറ്റവും മികച്ച ഒരു സ്കെയിൽ ഓഫ് പേ ആണ് ഈ സയന്റിഫിക് ഓഫീസർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് 36 വയസ്സ് വരെ, അതായത് 2/1/1989 ജനുവരി 2 അല്ലെങ്കിൽ അതിനുശേഷം ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് 2007 വരെ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. 2 ഡേറ്റ്സും ഇൻക്ലൂഡഡ് ആണ്. ഇനി ഇതിന്റെ എന്താണ് ക്വാളിഫിക്കേഷൻ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കെമിസ്ട്രി അല്ലെങ്കിൽ ഇക്വലന്റ് ബ്രാഞ്ചസ് ഓഫ് കെമിസ്ട്രി, PG കെമിസ്ട്രിയിൽ MSc കെമിസ്ട്രി ഉള്ള ഉദ്യോഗാർത്ഥികൾ, അല്ലെങ്കിൽ MSc ഫോറൻസിക് സയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾ, MSc ബയോ കെമിസ്ട്രി ഉള്ള ഉദ്യോഗാർത്ഥികൾ. അപ്പൊ ഈ 3 കൂട്ടർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. പ്രത്യേകിച്ചും ഫോറൻസിക് സയൻസുകാരെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് വേക്കൻസികളൊന്നും യൂഷ്വലി വരാറില്ല. അപ്പോൾ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി കെമിസ്ട്രിയുടെ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ് ഇവിടെ പറയുന്നുണ്ട്. കെമിസ്ട്രി ഓർ ഇക്വലന്റ് ബ്രാഞ്ചസ് ഓഫ് കെമിസ്ട്രി എന്നുള്ളത്. കെമിസ്ട്രിയുടെ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? അതായത് കഴിഞ്ഞ തവണ ഈ പരീക്ഷ നടത്തിയപ്പോൾ കഴിഞ്ഞ തവണ നിയമനം കൊടുത്തവരിൽ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തവരിൽ ഇക്വലന്റ് ആയിട്ട് PSC സ്വീകരിച്ച ചില ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്തവണയും സ്വീകരിക്കും. MSc അനലിറ്റിക്കൽ കെമിസ്ട്രി, MSc മെഡിക്കൽ ബയോ കെമിസ്ട്രി, MSc കെമിസ്ട്രി ഓർഗാനിക് കെമിസ്ട്രി, BSc MSc ഇന്റഗ്രേറ്റഡ് കെമിസ്ട്രി, BSMS ബാച്ചലർ ഓഫ് സയൻസ് മാസ്റ്റർ ഓഫ് സയൻസ് കെമിസ്ട്രി, PhD ഇൻ കെമിസ്ട്രി. ഇത്രയും ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും MSc കെമിസ്ട്രി ഇക്വലന്റ് ആയിട്ട് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് ഈ പരീക്ഷയ്ക്കായിട്ട് പഠിക്കുകയും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുകയും ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ്. ബേസിക്കലി കെമിസ്ട്രി, ഫോറൻസിക് സയൻസ്, ബയോ കെമിസ്ട്രി എന്നുള്ളത് മനസ്സിലാക്കുക. ഈ 3 വിഷയങ്ങളും നമുക്ക് സിലബസിൽ പഠിക്കാനുമുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള PYQ ഡിസ്കഷൻസ്, എങ്ങനെ പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതേ ചാനലിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോകളായിട്ട് കാണാൻ സാധിക്കും. അതൊക്കെ ചെക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ കിട്ടും, ഈ പരീക്ഷയെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും, എന്താണ് പഠിക്കേണ്ടതെന്ന് ഉള്ള ഒരു ഐഡിയ കിട്ടും. കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയായിരുന്നു, ഇത്തവണ എങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ നമ്മുടെ ഇതേ ചാനലിൽ തന്നെ ഓൾറെഡി അപ്ലോഡഡ് ആണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. I+നൊപ്പം നിങ്ങൾക്ക് വളരെ ചെറിയ ഫീസിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ പരീക്ഷ എന്നാ നടക്കുക? അടുത്ത വർഷം, ഇതിപ്പോ 2025 ആയി, 2026 മാത്രമേ പരീക്ഷ നടക്കുകയുള്ളൂ. ഒരു 7-8 മാസം നമുക്ക് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനായിട്ട് കിട്ടും. അപ്പൊ നേരത്തെ പഠനം ആരംഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ I+ന്റെ ഹൈ ക്വാളിറ്റി ക്ലാസ്സുകളും നോട്ടുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എക്സ്പെർട്ട് ഫാക്കൽറ്റി ടീം, ഈ രംഗത്ത് വർഷങ്ങളെ പരിചയമുള്ള ക്വാളിഫിക്കേഷനുള്ള ഫാക്കൽറ്റികൾ തന്നെയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. ഫുൾ സിലബസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ടെസ്റ്റ് സീരീസുകളും മോക്ക് ടെസ്റ്റുകളും ഒക്കെ അതിനൊപ്പം അവൈലബിൾ ആണ്. PYQ ബേസ്ഡ് സെഷൻസ് തന്നെയാണ്. ഇൻഡിവിജ്വൽ ഡൗട്ട് ക്ലിയറൻസ്, നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയം മുതൽ നിങ്ങൾക്കൊപ്പം ഒരു മെന്റർ ഉണ്ടാവും. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഇതിനു മുൻപ് ഒരുപാട് PSC എക്സാംസിൽ ഇതേ PG ലെവലിലുള്ള സയന്റിഫിക് ഓഫീസർ, നേരത്തെ സയന്റിഫിക് ഓഫീസർ ഫിസിക്സ്, കെമിസ്ട്രി, ഡോക്യുമെന്റ്സ് തുടങ്ങിയ പരീക്ഷകൾക്കൊക്കെ നമ്മൾ കോച്ചിങ് കൊടുത്തിട്ടുണ്ട്. ബയോളജി ഉൾപ്പെടെ അതിന്റെയൊക്കെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുള്ള അതിന്റെയൊക്കെ മെയിൻ ലിസ്റ്റിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ I+ന്റേതായിട്ടുണ്ട്. അതേ ലെവലിലുള്ള അതേ നിലവാരമുള്ള ഹൈ ക്വാളിറ്റി ക്ലാസ്സുകൾ തന്നെയാണ് ഈ പരീക്ഷയ്ക്കായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും വൈകണ്ട, നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. കോഴ്സിൽ എൻറോൾ ചെയ്യാനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നല്ലൊരു ജോലി നേടുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.